റമളാന്റെ വരവും കാത്ത് രാപ്പകൽ കണ്ണീർ വാർത്ത് റജബിലും ശഅബാനാകെ പ്രതീക്ഷയിലെന്റെ ഹൃത്ത്. മഹാനായ റൂഹുല്ലാഹി ഈസ അലൈഹിസ്സലാത്തു വസ്സലാം ഒരവസരത്തിൽ പ്രകാശിക്കുന്ന വെട്ടിത്തിളങ്ങുന്ന ഒരു പർവ്വതത്തിലൂടെ സഞ്ചരിച്ചു. ഈ പ്രകാശം ചൊരിയുന്ന പർവ്വതത്തിൻ്റെ അത്ഭുത സൃഷ്ടിപ്പ് കണ്ടപ്പോൾ ഈസാ നബി അലൈഹിസ്സലാമിന് ആശ്ചര്യം തോന്നുകയും അള്ളാഹുവിനോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു, യാ അള്ളാഹ്, ഈ പർവ്വതത്തെ എന്നോടൊന്ന് സംസാരിപ്പിക്കണേ തമ്പുരാനെ. കാരണം ഇതൊരു സാധാ പർവ്വതമല്ലല്ലോ. അള്ളാഹു ഈസാ നബിക്ക് ഉത്തരം കൊടുത്തു. അങ്ങനെ പർവ്വതം ഈസാ നബിയോട് കഥ പറയാൻ തുടങ്ങി. പർവ്വതം പറഞ്ഞു, യാ റൂഹല്ലാഹ്, താങ്കൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈസാ നബി പറഞ്ഞു, നീ നിന്റെ വിവരങ്ങൾ എന്നോട് പറഞ്ഞു തന്നാലും നിന്നിൽ എന്ത് അത്ഭുതമുണ്ട്? പർവ്വതം പറഞ്ഞു, നബിയേ, എൻ്റെ ഉൾഭാഗത്തൊരു മനുഷ്യൻ ജീവിച്ചിരിപ്പുണ്ട്. പർവ്വതമാകുന്ന എൻ്റെ ഉള്ളിൽ ഒരത്ഭുത മനുഷ്യൻ ജീവിച്ചിരിപ്പുണ്ട്. ഇത് കേട്ടപ്പോൾ ഈസാ നബിക്ക് വീണ്ടും ജിജ്ഞാസ കൂടി. ഈസാ നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് ദുആ ചെയ്തു, അള്ളാഹുവേ, ഈ മനുഷ്യനെ ഒന്ന് പുറത്തെത്തിച്ചു തരണം, പർവ്വതത്തിൻ്റെ ഉള്ളിൽ നിന്നൊന്ന് പുറത്തേക്ക് കൊണ്ടുവരണം. അങ്ങനെ ഈസാ നബിയുടെ അഭ്യർത്ഥന പ്രകാരം പർവ്വതം പിളരുകയും ആ പർവ്വതത്തിൻ്റെ അന്തർഭാഗത്ത് നിന്ന് സുമുഖനായ സുന്ദരനായ ഒരു യുവാവ്, ഒരു മനുഷ്യൻ പുറത്തേക്ക് വരികയും ചെയ്തു. അദ്ദേഹം വന്നിട്ട് ഈസാ നബിയോട് പറഞ്ഞു, നബിയെ, ഞാൻ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ സമുദായത്തിൽപ്പെട്ട ആളാണ്. അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് മൂസാ നബിയിൽ വിശ്വസിച്ചുകൊണ്ട് ഇബാദത്തിൽ ജീവിച്ചൊരു മനുഷ്യനാണ്. എനിക്കൊരേ ഒരാഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ, അന്ത്യപ്രവാചകനായ അഹ്മദ് മുജ്തബ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായത്തിൽ ഉൾപ്പെടാൻ. ആ ഒരാഗ്രഹമേ എനിക്കുള്ളൂ, എൻ്റെ അടങ്ങാത്ത ആഗ്രഹം. അള്ളാഹുവിനോട് ഞാൻ ദുആ ചെയ്തു, റബ്ബേ, എൻ്റെ ആയുസ്സിനെ നീ ദീർഘിപ്പിച്ചു തരണം. മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽ എനിക്കും ഒരംഗമാകണം. അങ്ങനെ അള്ളാഹു എൻ്റെ ദുആ സ്വീകരിക്കുകയും ഈ പർവ്വതത്തിൻ്റെ ഉള്ളിൽ ഏകനായി അള്ളാഹുവിനെ ഇബാദത്തിൽ മുഴുകുകയും ചെയ്യുന്നു. ഇപ്പോൾ 600 വർഷമായി ഞാൻ ഈ പർവ്വതത്തിൻ്റെ ഉൾഭാഗത്ത് അള്ളാഹുവിനെ ആരാധിച്ചു കഴിയുകയാണ്. ഇത് കേട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വലിയ അത്ഭുതമായി. കാരണം ഇത്രയും നാള് അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് നൂറ്റാണ്ടുകളായി, മൂസാ നബിയുടെ കാലം മുതൽ ഇന്ന് ഈസാ നബിയായ എൻ്റെ കാലം വരെയും ഒരു തെറ്റും ചെയ്യാതെ, ഒരു ചെറിയ തെറ്റുപോലും കണ്ണുകൊണ്ട് കാണാതെ, ഹൃദയത്തിൽ ചിന്തിക്കാതെ ഈ കരിമ്പാറ കൂട്ടങ്ങളായ പർവ്വതത്തിൻ്റെ ഉൾഭാഗത്ത് മുത്തുനബിയും കാത്തിരിക്കുന്ന ഈ മനുഷ്യൻ മാത്രമല്ലല്ലോ, ഈ പുണ്യ മഹാത്മാവിൻ്റെ മഹത്വം കൊണ്ടായി പർവ്വതം പോലും പ്രകാശത്തിൽ ലംഘുന്നത്, പ്രകാശത്തിൻ്റെ പ്രഭ ചൊരിയുന്നത്. ആ അത്ഭുതം മനസ്സിലാക്കിയ ഈസാ നബി അള്ളാഹുവിനോട് ചോദിച്ചു, യാ റബ്ബി, ഹൽ അലാ വജ്ഹിൽ അർളി അക്റമു അലൈക മിൻ ഹാദാ. യാ അല്ലാഹ്, ഈ മഹത്തായ മനുഷ്യനേക്കാൾ ഈ ഭൂലോകത്ത് മഹത്വമുള്ള വേറെ ഏതെങ്കിലും സൃഷ്ടിയുണ്ടോ? നൂറ്റാണ്ടുകളായി ഒന്നിലധികം പ്രവാചകന്മാരെ കണ്ട് അവരുടെ ഉമ്മത്താകാൻ ഭാഗ്യം കിട്ടിയിട്ട് ലോകത്തിൻ്റെ വെളിച്ചവും തെളിച്ചവും കരുണയുടെയും കാരുണ്യത്തിൻ്റെയും കേദാരമായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തും കൂടി ആകാൻ വേണ്ടി വർഷങ്ങളായി ആരാധനയിൽ മുഴുകുന്ന ഈ മനുഷ്യനേക്കാൾ മഹത്വമുള്ള ആരെങ്കിലും ഇന്ന് ഈ ഭൂലോകത്ത് ഉണ്ടാകുമോ, ഉണ്ടോ എന്ന് അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ അള്ളാഹ് പറയുന്ന മറുപടി, യാ ഈസാ, മൻ സാമ മിൻ ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൻ മിൻ റജബ് ഫഹുവ അക്റമു മിൻ ഹാദാ. ഉണ്ടല്ലോ ഈസാ നബിയെ, ഉണ്ട്. അതേ, ഇനി വരാൻ പോകുന്ന ഒരു വിഭാഗമാണ് നിങ്ങളിവിടെ പറഞ്ഞ
എൻ്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായത്തിൽ നിന്ന് ആരെങ്കിലും പരിശുദ്ധമായ റജബില്, അതേ റജബുൻ ഷഹരി, റജബുൻ ഷഹറുല്ലാഹ്, അള്ളാന്റെ മാസമെന്ന് വിശേഷിക്കപ്പെട്ട വിശുദ്ധമായ റജബില് ആരെങ്കിലും എൻ്റെ തൃപ്തിക്ക് വേണ്ടി സുന്നത്ത് നോമ്പെടുത്താൽ ആ വ്യക്തിക്കുള്ള പ്രതിഫലം ഈ മനുഷ്യനേക്കാൾ മഹത്തമാണെന്ന് അല്ലാഹു റൂഹുല്ലാഹി ഈസ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞു. എങ്കിൽ വിശുദ്ധമായ ഈ റജബില് സുന്നത്ത് നോമ്പ് അനുഷ്ഠിച്ചാൽ ഖളാ ഉള്ളവർ നിർബന്ധമായും നമ്മൾ ആ ഖളാഇനെ പിടിച്ചു വീട്ടണം. പിന്നെ ഈ മലീമസമായ കാലഘട്ടത്തിൽ തെറ്റുകുറ്റങ്ങളിൽ നിന്നൊക്കെ വിദൂരത്തായി അള്ളാഹിൻ്റെ തൃപ്തിക്കും പൊരുത്തത്തിനു വേണ്ടി സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കുന്നവർക്കുള്ള മഹത്വം ഇത്ര വലുതാണെങ്കിൽ അള്ളാഹു ആ മഹത്വത്തിൽ സാധുക്കളായ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ.